ഓണപരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഇന്നത്തെ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കൊള്ളാമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്കായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദ സം ഓഫ് 3 ടൈംസ് ഓഫ് എ നമ്പർ. ഒരു സംഖ്യയുണ്ട്, നമ്പർ, ഏതോ ഒരു നമ്പർ, ആ നമ്പറിൻ്റെ 3 മടങ്ങും അതോടൊപ്പം 4 ടൈംസ് അനദർ നമ്പർ. കണ്ടോ, ഇവിടെ 2 നമ്പർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി മക്കളെ? കണ്ടോ, ഓഫ് എ നമ്പർ ഒരു സംഖ്യയുമുണ്ട്, അത് കണക്ക് അനദർ നമ്പർ മറ്റൊരു സംഖ്യയുമുണ്ട്. അതാണ് താഴെ മലയാളം ചോദ്യം വായിക്കുമ്പോഴേ ഒരു സംഖ്യയുണ്ട്, മറ്റൊരു സംഖ്യയുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇവിടെ 2 സംഖ്യകളുണ്ട്. ഒരു സംഖ്യ എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ മറ്റൊരു സംഖ്യ എന്ന് പറയുന്നത് വൈ ആണ്. ഇത് രണ്ടും മനസ്സിലായി. അപ്പോൾ ദർ ഈസ് 2 നമ്പർ ഈ ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താണ് ചോദ്യം പറഞ്ഞേക്കുന്നത്? സമ്മാണ് എന്ന്. സമ്മെന്ന് വെച്ചാൽ എന്തോ അർത്ഥം? കൂട്ടണം അല്ലെങ്കിൽ തുക എന്ന് മലയാളത്തിൽ പറയും. സമ്മ് ചെയ്യണം, കൂട്ടണം. എന്തിൻ്റെയൊക്കെ സമ്മ്? 3 ടൈംസ് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ 3 ടൈംസ്. എന്തൊക്കെ തമ്മിലാണ്? സം ഓഫ് 3 ടൈംസ് ഓഫ് എ നമ്പർ ആൻഡ് 4 ടൈംസ് ഓഫ് അനദർ നമ്പർ. അപ്പോൾ എന്തൊക്കെ തമ്മിലാണ് കൂട്ടണ്ടേ? 3 ടൈംസ് ഓഫ് എ നമ്പർ, ഒരു നമ്പർ, ആദ്യ നമ്പറിൻ്റെ 3 മടങ്ങ്. കണ്ടോ, 3 മടങ്ങ് എന്ന് പറയും 3 ഇൻറ്റു എക്സ്. അതും പിന്നെ എന്തും തമ്മിലാണ് ഗുണിക്കേണ്ടത് അല്ലെങ്കിൽ കൂട്ടേണ്ടത്? എന്തും തമ്മിലാണ്? അനദർ നമ്പറിൻ്റെ 4 ടൈംസ്. 4 ടൈംസ് ദ അനദർ നമ്പർ. 4 ടൈംസ് ദ അനദർ നമ്പർ എന്ന് പറയുമ്പോൾ 4y എന്ന് വരും. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? 68. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ പോലെ കിട്ടി. 3x + 4y = 68. കഴിഞ്ഞില്ല. ഇനി അടുത്ത വരിയിലോട്ട് നമുക്ക് പോവാം. വൈൽ സബ്ട്രാക്റ്റിംഗ്. അടുത്ത വരിയിൽ എന്തോ പറഞ്ഞിരിക്കുന്നത്? സബ്ട്രാക്റ്റിംഗ് മീൻസ് കുറയ്ക്കുമ്പോൾ, വ്യത്യാസം കാണുമ്പോൾ. ആരൊക്കെ തമ്മിലുള്ള വ്യത്യാസം? സൂക്ഷിക്കണം. 2 ടൈംസ് ഓഫ് ദ സെക്കൻഡ് നമ്പർ ഫ്രം. കണ്ടോ, ഫ്രം എന്ന് വെച്ചാൽ നിന്നും. എവിടെ നിന്നും? 4 ടൈംസ് ഓഫ് ദ ഫസ്റ്റ് നമ്പർ. 4 ടൈംസ് ഫസ്റ്റ് നമ്പറിൽ നിന്നും 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ കുറയ്ക്കണം. കണ്ടോ, 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ. ഈ ഫ്രം നോക്കിയിട്ടാണ് എഴുതണ്ടേ. ഫ്രം എവിടെ നിന്നുമാണ്? ഇതിൽ നിന്ന്. 4 ടൈംസ് ദ ഫസ്റ്റ് നമ്പർ. 4 ടൈംസ് ദ ഫസ്റ്റ് നമ്പറിൽ നിന്നാണ് 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ കുറയ്ക്കേണ്ടത്. 2 ടൈംസ് ദ സെക്കൻഡ് നമ്പർ കുറയ്ക്കേണ്ടത്. ഇങ്ങനെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 10 കിട്ടുമെന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കിട്ടിയാൽ നമ്മുടെ പാഠം ഏതെന്ന് മനസ്സിലായി. പെയേഴ്സ് ഓഫ് ഇക്വേഷൻ വെച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്നും വേണമെങ്കിൽ വിളിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി ഈ 2 ഇക്വേഷനിൽ നിന്ന് എങ്ങനെ നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കും? എന്തുവാണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കിയാണ്. ടേക്കിംഗ് ദ എക്സ് ആൻഡ് വൈ ഫോം ദ പെയർ ഓഫ് ഇക്വേഷൻ. നമ്മൾ ഇക്വേഷൻ ഉണ്ടാക്കി. ഒന്നാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ കണ്ടുപിടിക്കണം. എക്സും കണ്ടുപിടിക്കണം, വൈയും കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ കണ്ടെത്തും മക്കളെ? എങ്ങനെ കണ്ടെത്തും? നോക്ക്, ഇവിടെ 4y ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 2y ഉള്ളു. അത് ഒരുപോലെ ആക്കാം. അപ്പോൾ ഇക്വേഷൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരുപോലെ ആക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്കിതാ ഇവിടെ 4y ഉണ്ടെന്നും ഇവിടെ 2y ഉണ്ടെന്നും മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഇക്വേഷൻ നമ്പർ 2നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ഒരു 2 കൊണ്ട് ഗുണിച്ചാൽ ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം, ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം, ഇതിനെയും 2 കൊണ്ട് ഗുണിക്കണം. അതിൽ ഇതിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതായി മാറുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ 2 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ എന്തോ ഗുണിക്കണ്ടേ? 4x - 2y = 10 എന്ന് പറയുന്നതാണ് ഇക്വേഷൻ. ഇതിൻ്റെ ഈ സൈഡിനെയും 2 കൊണ്ട് ഗുണിക്കണം, ഇപ്പുറത്തെ സൈഡിനെയും 2 കൊണ്ട് ഗുണിക്കണം. കേട്ടോ, 2 സൈഡിനെയും ഗുണിക്കണം. ഒരു സൈഡിനെ അല്ല, 2 സൈഡിനെയും ഗുണിക്കണം. അപ്പോൾ ഗുണിക്കുമ്പോൾ എന്തോരും മക്കളെ? 8x - 4y = 20 എന്നാവും. ഡൗട്ടൊന്നും വേണ്ട. 4 × 2 എത്ര ആവും? 8x. 4 × 2y 8y. 2 × 10 20. കണ്ടോ, ഇപ്പോൾ ഇവിടെയും ഒരു ഇക്വേഷൻ കിട്ടി. ഇപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. കണ്ടല്ലോ, ആ ഇക്വേഷൻസ് ഞാൻ എടുത്ത് എഴുതുകയാണ്. അപ്പോൾ ഇനി ഈ ഇക്വേഷൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. കേട്ടോ, അപ്പോൾ ഇനി നിങ്ങളിതാ ഈ ഇക്വേഷൻ്റെ ആവശ്യമില്ല. ആ ഇക്വേഷൻ നമ്മൾ മാറ്റി. അതുകൊണ്ട് പഴയ ഇക്വേഷൻ പൊക്കിക്കൊണ്ട് നടക്കരുത്. ഇനി 2 ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻസ് ഞാൻ എടുത്തെഴുതുന്നു. ഏതൊക്കെ ഇക്വേഷൻ? 3x + 4y = 68 എന്ന് പറയുന്നൊരു ഇക്വേഷൻ ഉണ്ട്. അത് കണക്ക് നമ്മളിപ്പോൾ പുതുതായിട്ടൊരു
സമവാക്യം ഉണ്ടാക്കിയെടുത്തു. 8x - 4y സമം എന്തെന്ന് പറയുന്ന ഇക്വേഷൻ, 20 എന്ന് പറഞ്ഞ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ എക്സും വൈ അല്ലേ കണ്ടുപിടിക്കണേ. ഇനി ഇതെന്ത് ചെയ്യണം സാറേ, ഇത് കൂട്ടണോ അതോ കുറയ്ക്കണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നോക്കേണ്ട ഭാഗം നോക്കി, ഇവിടെയും 4y ഉണ്ട്, ഇവിടെയും 4y ഉണ്ട്. ഇനി ചിഹ്നം നോക്കണം, രണ്ടിടത്തും 4y ഉണ്ടെന്ന് മനസ്സിലായി. ഇത് നോക്കി, ഇത് പ്ലസ് 4yയും ഇത് -4yയും ആണെങ്കിൽ, ഇങ്ങനെ വ്യത്യസ്ത ചിഹ്നമാണെങ്കിൽ ഉറപ്പായി നിങ്ങൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക, കൂട്ടുക, ഇക്വേഷനെ കൂട്ടുക. ഓക്കെയാണ്, കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 68ഉം 20ഉം കൂടെ കൂട്ടി 88. 88 സമം 4yയും 4yയും വെട്ടിപ്പോ, ഒരേ ചിഹ്നം കൂട്ടിയാൽ വ്യത്യസ്ത ചിഹ്നം കൂട്ടിയാൽ 0 ആകും. 3xും 8x കൂടെ കൂട്ടിയാൽ 11x. അപ്പോൾ എക്സ് സമം എന്ത് വരും, 88/11 വരും. അവിടെ നിന്ന് x = 8 എന്ന ആൻസർ വരും. അപ്പോൾ ഒരു സംഖ്യ കിട്ടി, ആ ആദ്യത്തെ സംഖ്യ എത്രയാണ്, 8. കഴിഞ്ഞോ, ഉത്തരം കംപ്ലീറ്റ് ആയോ? ഇല്ല. ഇനി നമുക്ക് ആരെ കണ്ടുപിടിക്കണം, y കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇതിലെ ഒരു ഇക്വേഷൻ ഞാൻ എടുത്തിരുന്നു, 3x + 4y = 68 എന്ന ഇക്വേഷൻ എഴുതി. അവിടെ എക്സിന് വാല്യൂ കൊടുക്കുന്നു, 3 × 8 + 4y = 68 എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് 3 × 8 24 + 4y = 68 എന്ന് കൊടുക്കുന്നു. അവിടെ നിന്ന് 4y കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, 68ൽ നിന്ന് എത്ര കുറയ്ക്കണം, 24 കുറയ്ക്കണം. അവിടെ നിന്ന് കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും, 8 × 4 = 4, 44 എന്ന് വരും. y = 11. അങ്ങനെ നമ്മുടെ എന്ത് കിട്ടി, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ടുള്ള ആരൊക്കെയാണ്, x = 8ഉം y = 11ഉം. ഈ രണ്ട് സംഖ്യകളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലായ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റിൽ പറയണം, ഇതുപോലത്തെ ചോദ്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയത് നമ്മൾ പഠിച്ച സെറ്റാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. തന്നിരിക്കുന്നതാണ് മറ്റൊരു ചോദ്യം, കണ്ടല്ലോ ചോദ്യം. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആഡ് 2 to the denominator. ഡിനോമിനേറ്റർ അല്ലെങ്കിൽ എന്താണ്, ഛേദത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം, 2 കൂട്ടണം. ഏത് ഛേദത്തിൻ്റെ കൂടെ, അതാ ഈ 3/7 എന്ന് പറഞ്ഞ സംഖ്യയുടെ ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം എന്ന് പറഞ്ഞാൽ താഴെ അടിക്ക് കൂട്ടുമ്പോൾ ഒരു ഉത്തരം കിട്ടില്ല. അതിനെ സിംപ്ലിഫൈ എഴുതണം, ലഘുരൂപത്തിൽ എഴുതണം, എന്ന് വെച്ചാൽ ചെറുതാക്കി എഴുതണം. എന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷൻ ഏതെന്നാ ക്വസ്റ്റിനിൽ പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിരിക്കുന്നത്, 3/7 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഉണ്ട്. ഓക്കെയാണ്, അത് ആ ക്വസ്റ്റിനിൽ കണ്ടല്ലോ നിങ്ങൾ, 3/7 എന്ന് പറഞ്ഞൊരു ഫ്രാക്ഷൻ ഉണ്ട്. ആ ഫ്രാക്ഷന് ഡിനോമിനേറ്റർ എന്ത് കൂട്ടണം, 2 കൂട്ടണം. അതാ നോക്കി, ഇവിടെ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ താഴെയാണ്, ഛേദം താഴെ അടിക്കുക. അതിനകത്ത് 2 കൂട്ടി എന്ത് സംഭവിക്കും, 3/9 എന്ന് സംഖ്യ മാറും. 3/9 ചെറുതാക്കാനല്ലേ ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത്, എന്ത് വാക്ക്, സിംപ്ലിഫൈ അല്ലെങ്കിൽ ലഘുരൂപം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ലഘുരൂപത്തിലാണോ, ചെറിയ രൂപത്തിൽ സിംപ്ലസ്റ്റ് ഫോമിലാണ്? അല്ല, ഈ ഫ്രാക്ഷൻ വലിയ രൂപത്തിൽ കിടക്കുക. അതിനെ ചെറുതാക്കാൻ 3 കൊണ്ട് മുകളിലും 3 കൊണ്ട് താഴെയും അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. ഉത്തരം പറ, 3നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1, 9നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3. ഉത്തരം എത്ര, 1/3 ആണ് ആൻസർ. അപ്പോൾ ചോദ്യം കംപ്ലീറ്റ്. ഇനി ബി ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണ് പറഞ്ഞേക്കുന്നത്, വെൻ ബി ആഡ് 6 to the numerator of a fraction. ഏതോ ഒരു ഫ്രാക്ഷൻ പറഞ്ഞിട്ടുണ്ടോ, ഇല്ല. അപ്പോൾ ബി ക്വസ്റ്റ്യനിൽ ഫ്രാക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ ആ ഫ്രാക്ഷനെ നമ്മൾ എന്തെന്നെടുക്കും, x/y എന്ന് നമ്മൾ ആ ഫ്രാക്ഷനെ എടുക്കും. അപ്പോൾ ലെറ്റ് ദ ഫ്രാക്ഷൻ ബി x/y. ഓക്കെയാണ്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. എന്താ ചെയ്യേണ്ടത്, ഇഫ് വി ആഡ് 6 to the numerator, ആ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്റർ അല്ലെങ്കിൽ അംശത്തിൻ്റെ കൂടെ എന്ത് കൂട്ടണം, 6 കൂട്ടണം. അപ്പോൾ x + 6/y എന്ന് സംഭവിക്കും. ഓക്കെയാണ്, കണ്ടോ, ന്യൂമറേറ്ററിൻ്റെ കൂടെ എന്ത് കൂട്ടാൻ പറഞ്ഞു, 6 കൂട്ടാനാണ് ക്വസ്റ്റിനിൽ പറഞ്ഞേക്കുന്നത്. 6 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നു എന്ന് പറഞ്ഞു, 1/2. 6 കൂട്ടി കിട്ടുന്ന ഉത്തരം എങ്ങനെ വരും, 1/2 എന്ന് മാറും. ഓക്കെയാണ്. ഇനി രണ്ടാമത് പറഞ്ഞേക്കുന്ന വാചകം നോക്കുക, വെൻ ബി ആഡ് 7 to the denominator of the same fraction. അതേ ഫ്രാക്ഷൻ, ആ ഫ്രാക്ഷൻ ആരാ, x/y എന്നാണ്. അതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ കൂടെ എന്ന് വെച്ചാൽ താഴെ അടിക്ക് എത്ര കൂട്ടണം, 7 കൂട്ടണം. എത്ര കൂട്ടണം, 7 കൂട്ടുമ്പോൾ ആ ഫ്രാക്ഷൻ എന്തായിട്ട് മാറുന്നു, 1/3. കണ്ടോ, ഇങ്ങനെ എഴുതണം. ഓക്കെ, അപ്പോൾ 2 രൂപത്തിൽ എഴുതിയത് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ എഴുതിയാൽ ഉത്തരത്തിലേക്ക് എത്തും. ഇനിയാണ് മെയിൻ സംഭവം. ഇങ്ങനെ ഒരു സംഭവം എഴുതി കഴിഞ്ഞാൽ, അല്ലാണ്ട് ഇവിടെ ഒരു ഫ്രാക്ഷൻ വന്നാൽ നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഇത് തമ്മിൽ ഗുണിക്കുന്നതും ഒന്നായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എഴുതുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എഴുതും. ഒരു ആരോ മാർക്ക് കിട്ടുന്നേ ഉള്ളൂ, നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, 2 × x + 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 × y ആയിരിക്കും. ഓക്കെയാണ്, മനസ്സിലായ, 2 × x + 6 എന്ന് പറയുന്നത് 1 × y ആയിരിക്കും. ഓക്കെ, അവിടെ നിന്ന് നമുക്ക് എന്ത് എഴുതാം, 2x + 12 = y എന്ന് എഴുതാം. കണ്ടോ, അപ്പോൾ ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ പോലെ ഒരു സംഭവം കിട്ടി, 2x + 12 = y. കണ്ടോ, അപ്പോൾ ഇത് എങ്ങനെ ചേഞ്ച് ആയതാ, ഇതുപോലെ മാറ്റം വന്നു, സെറ്റായ. അതുപോലെ ഈ താഴത്തേനെയും ഇവർ തമ്മിൽ ഗുണിച്ചെഴുതി കൂടെ. അപ്പം ഗുണിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും, 3 × x = 1 × y + 7 എന്ന് തന്നെയാണ്. കണ്ടല്ലോ,
ഈ എക്സും 3യും കൂടെ ഗുണിക്കുന്നത് തന്നെയാണ് y+1ഉം 1ഉം കൂടെ ഗുണിക്കുന്നത്. y+7നെ 1ഉമായിട്ട് ഗുണിച്ചാൽ അത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 3x സമം y+7 എന്നും എഴുതാം. ഓക്കെയാണ്, ഇതും ഓക്കെയാണ്, ഇതിലും പ്രശ്നമൊന്നുമില്ല. 3x സമം y+7. ഇനി നിങ്ങളൊന്ന് കൺതുറന്ന് നോക്കിയാണ് ഇവിടെ ഇക്വേഷൻ വന്നു നിൽക്കുന്നത് ഏതിലാണ്? ഒരു y-ലാണ് അവസാനിച്ചേക്കുന്നത് അല്ലയോ? ഇതാ ഈ മുകളിലത്തെ ഇക്വേഷൻ എന്തിലാണ് അവസാനിച്ചേക്കുന്നത്? y. അപ്പോൾ ഇവിടെയും അതുപോലെ ആക്കാൻ വേണ്ടി ഈ +7 ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ എന്തുവരും? 3x - 7 സമം y. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ഇത് ഇക്വേഷൻ നമ്പർ 1 എന്നും ഇത് ഇക്വേഷൻ നമ്പർ 2 എന്നും ഞാൻ വിളിക്കുന്നു. കണ്ടല്ലോ, 2 ഇക്വേഷൻസ് നിങ്ങൾ കാണാമേ. ആ 2 ഇക്വേഷൻ എടുത്തുകൊണ്ട് പോയാൽ നമ്മുടെ ഉത്തരവും. അപ്പോൾ 2 ഇക്വേഷൻസ് എടുത്തുകൊണ്ട് പോകുന്നു. ഏതൊക്കെയാണ്? 2x + 12 സമം y. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. അത് കണക്ക് മറ്റൊരു ഇക്വേഷൻ ഉണ്ട്, 3x - 7 സമം y. കണ്ടോ, ഈ 2 ഇക്വേഷൻ്റെയും ഏത് ഈക്വലാ മക്കളെ? നോക്ക്, ഇവിടെയും y ഇവിടെയും y. പിന്നെ ഉത്തരം പൊളിക്കും, കിട്ടും. ഇനി ടെൻഷൻ ഒന്നും വേണ്ട. 2 ഇക്വേഷൻ്റെയും ഈ സൈഡ് ഒന്നാണെങ്കിൽ അപ്പുറത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും, അപ്പുറത്തെ സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ 2x + 12 സമം 3x - 7 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്കറിയാം ഇവിടെ 2xനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം, -7നെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഈക്വൽ ടു ഉണ്ട്, 3x - 2x വരും. ഇവിടെ 12 ഉണ്ട്, +7 ആവും. കണ്ടോ എന്താ സംഭവിച്ചേ? ഈ -7 ഇങ്ങോട്ട് പോയപ്പം +7 ആയി, ഈ 2x ഇങ്ങോട്ട് വന്നപ്പോൾ -2x ആയി. ഓക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് 3x നിന്ന് 2x പോയാൽ വെറും x സമം 19. തിരിച്ചെഴുതാലോ, x = 19 എന്ന് പറഞ്ഞ ആൻസർ കിട്ടി. x19 കിട്ടി. ഇനി ആ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലിരിക്കും? നമ്മുടെ ഫ്രാക്ഷൻ ഏതാ? x/y. നമുക്ക് ആരെയും കൂടെ കണ്ടുപിടിക്കണം, y കണ്ടുപിടിക്കണം. അത് ഇവിടെ ഇട്ട് കൊടുത്താൽ പോലെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, 2x + 12 സമം y ആണെന്നറിയാം. എന്ന് പറയുമ്പോൾ 2 × 19 + 12 എന്ന് വരും. 19 2 എത്ര വരും? 38 10 48 50 എന്ന് ഉത്തരം വരും. അപ്പോൾ y = നമുക്ക് കിട്ടിയ ആൻസർ 50 ആണ്. y എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 50. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഫ്രാക്ഷൻ ഏത് രൂപത്തിലേക്ക്? x/y അല്ലെങ്കിൽ 19/50 ആണ് നമ്മുടെ ഫ്രാക്ഷൻ. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ ഏതാ? നമ്മോട് സങ്കല്പിക്കാൻ പറഞ്ഞ ഫ്രാക്ഷൻ ഏതാ? നമ്മുടെ സങ്കല്പിക്കാൻ പറഞ്ഞ ഫ്രാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ ഏതാണ് മക്കളെ? 19/50 ആണ്. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഈ ചോദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ കണ്ടൻസ് വേണമെങ്കിൽ ഉറപ്പായിട്ട് അറിയിക്കുക. ചുമ്മാതെ വെറുതെ ഇട്ട് നശിപ്പിക്കാൻ എനിക്ക് താല്പര്യമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു.